ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ശ്രീധൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ മിനി വ്ളോഗ് എന്ന് വെച്ചാൽ ആറ്റുമീൻ എങ്ങനെ നന്നാക്കുന്നു എന്നുള്ളതാണ്. ആറ്റുമീൻ എങ്ങനെ നന്നാക്കുന്നു എന്നല്ല, വെട്ടുന്ന രീതികളാണ് കാണിക്കുന്നത് കേട്ടോ. ഇപ്പം പലയിടത്തും ചാമ്പലൊക്കെ ഉപയോഗിച്ചല്ലേ, ചാരത്തിലൊക്കെ ഇട്ട, ഞാൻ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയൊക്കെ വെട്ടുന്ന കണ്ടിട്ടുള്ളത് ഈ ചാരത്തിൻ്റെ അകത്ത് ഈ ആറ്റുമീനാണെന്ന് പോലും അറിയത്തില്ല, എന്ത് മീനാണെന്ന് പോലും അറിയത്തില്ലാത്ത രീതിയിലാണ് വെട്ടുന്നത് കണ്ടിട്ടുള്ളത്. എനിക്കിപ്പോഴാണ് ഇവിടെ വന്നതിന് ശേഷമാണ് ഞാനിങ്ങനെ ഇത് വെട്ടുന്നത്. അപ്പം ഇതിന് പറയുന്ന പേര് മുള്ളി എന്നാണ് കേട്ടോ, ഈ ഫിഷിൻ്റെ പേര് മുള്ളി. നേരത്തെ ഇതൊക്കെ എന്താണെന്ന് പോലും അറിയത്തില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് ആറ്റുമീനൊക്കെ ഇങ്ങനെ കയ്യിലെടുക്കുന്നതും വെട്ടുന്നതും പിന്നെ അതൊക്കെ വെച്ചുണ്ടാക്കി കഴിക്കുന്നതൊക്കെ. ആദ്യമൊന്നും എനിക്കിഷ്ടമല്ലായിരുന്നു, ആറ്റുമീനൊന്നും എനിക്കിഷ്ടമല്ലായിരുന്നു, അതിൻ്റെ ടേസ്റ്റൊന്നും. പക്ഷേ കഴിച്ച് ഇപ്പം എനിക്ക് തോന്നുന്നു കടലിലെ മീനിനെക്കാട്ടിലും ടേസ്റ്റ് നമ്മുടെ ഈ ആറ്റുമീനാട്ടോ. നല്ല വൃത്തിയായിട്ട് വെട്ടിയെടുത്ത് നല്ല ഫ്രൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് പിന്നെ കടലിലെ മീൻ കഴിക്കണമെന്ന് തോന്നുകയില്ല, അതുപോലത്തെ ടേസ്റ്റാണ്. നമ്മൾ ഈ ഒരു മീനെ കൂട്ടി കഴിയുമ്പോഴത്തേന് നമുക്ക് മറ്റേ മീനെ ഇഷ്ടപ്പെടുകയില്ല. നല്ല ഫ്രഷായിട്ട്. ഇതിന് പറയുന്നത് കുറുവ എന്ന് തോന്നുന്നു, എനിക്ക് ക്ലിയർ അല്ല. അങ്ങനെയാണ് ഇതിന്. പക്ഷേ അപ്പടി മുള്ളാണ്. ആദ്യം കഴിച്ച മീനിന് വലിയ മുള്ളില്ല, ഒറ്റ മുള്ളേ ഉള്ളൂ, നടുവശത്ത് മാത്രം. ഇതിന് പക്ഷേ കുനുകുനാന്നിങ്ങനെ ശിഖരം പോലത്തെ മുള്ളാട്ടോ. ഇത് വറുത്ത് കഴിഞ്ഞാലും കഴിക്കാൻ ബുദ്ധിമുട്ടാണ്, പിന്നെ കറിയൊക്കെ വെച്ചാലും എങ്ങനെയാണെങ്കിലും ഇതിനും അപ്പടി മുള്ളാം. അപ്പോൾ ഇതിൻ്റെ സ്കിൻ ഇച്ചിരി തിക്കാതെ നമ്മളിങ്ങനെ ചിരണ്ടുമ്പോൾ തന്നെ നല്ല ഹാർഡാണ്. പക്ഷേ കുഴപ്പമില്ല, വെട്ടാനായിട്ട് ഫ്രഷ് ആയതുകൊണ്ട് പെട്ടെന്ന് പറ്റും. ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ സ്കിങ് അങ്ങ് ഒട്ടിപ്പിടിച്ച പോലെ ഇരിക്കും, അത് പോവുകയില്ല. അപ്പോൾ ഫ്രഷായിട്ട് വെട്ടുവാണെങ്കിൽ നമുക്ക് കൂടുതൽ ഈസി ആയിട്ട് വെട്ടാൻ പറ്റും. അപ്പം ഇതിൻ്റെ ഒരു തലയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇതിൻ്റെ തലയൊക്കെ അമ്മയൊക്കെ കൂട്ടാറുണ്ട്, വറുത്ത് കഴിയുമ്പോൾ കടിച്ച് തിന്നുന്ന നല്ല ടേസ്റ്റ് എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ പക്ഷേ തിന്ന് നോക്കിയിട്ടില്ല, ഞാൻ എന്നാലും വെട്ടുമ്പോൾ എടുക്കാറുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു സ്കിൻ ഇച്ചിരി തിക്കാണ്, അതിൻ്റെ ഒരു ചെതുമ്പൽ പറയുന്നത്. അപ്പം പ്രശ്നമില്ല, വെട്ടിയെടുക്കാം നമുക്ക്. അതും അങ്ങനെ വെട്ടി. ഇച്ചിരി അത്യാവശ്യം മുഴുത്ത മീനായിരുന്നു. രാവിലെ ഏട്ടൻ ഇന്നലെ വൈകിട്ട് വലയിട്ട കേട്ടോ. ഇപ്പോൾ വെളുപ്പിനെ പോയി വലയെടുത്തു. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ. ഇതിൻ്റെ തല നമ്മൾ മുറിച്ചെടുക്കുന്നുണ്ട്, അത് തേച്ച് കഴുകിയെടുത്താൽ നല്ല വറക്കാനായിട്ട്. അതിൻ്റെ ആ പൂ കളഞ്ഞിട്ട് നമ്മളത് എടുക്കുന്നതാണ്. നല്ല ടേസ്റ്റാണ് അമ്മയൊക്കെ പറയുന്നത്. അതിൻ്റെ നെയ്യാണ്, നല്ല നെയ്യുള്ള ഭാഗമാണ്. പിന്നെ ചിലതിൻ്റെ അതൊക്കെ മുട്ടയുണ്ട് കേട്ടോ, ഇതിനകത്ത് മുട്ടയില്ലായിരുന്നു. പിന്നെ ചിലതിലൊക്കെ ചെറിയ മുട്ടയായിരുന്നു, അത് പക്ഷെ കഴുകി കഴിയുമ്പോഴത്തേന് കലയും പോകുന്നതുകൊണ്ട് ഞാൻ എടുത്തില്ല. നല്ലതാണ്, ഫ്രഷ് മീനായതുകൊണ്ട് നല്ലതായിരുന്നു. പിന്നെ ഇത് ഇതിന് പേര് കല്ലേമുട്ടി എന്ന് അതിൻ്റെ പേര്. ഇത് ഈ കല്ലേലൊക്കെ മുട്ടി നടന്ന് അതിൻ്റെ പായലൊക്കെ തിന്ന് ജീവിക്കുന്ന മീൻ. ഇത് വെള്ളം കുറഞ്ഞു കഴിയുമ്പോൾ കിട്ടും കേട്ടോ, ധാരാളമായിട്ട്. ഇത് കറി വെക്കാനും വറക്കാനും ഒക്കെ നല്ല ടേസ്റ്റ്. അതിനകത്ത് ഒത്തിരി മുള്ളൊന്നുമില്ല, ഒറ്റ മുള്ളൊക്കെ ഉള്ളൂ. അപ്പോൾ അത് നല്ല ടേസ്റ്റുള്ള മീനാണ് കല്ലേമുട്ടി. അതും ചെറിയ വഴുക്കലുണ്ട്, ഒന്നും പറഞ്ഞ് കൈ പിടിക്കാൻ പറ്റാത്ത പോലെയുള്ള ഒരു വഴുക്കലില്ല, എന്നാലും ഇടയ്ക്കിടയ്ക്ക് ബ്ലിങ്ങി പോകുന്നുണ്ട്. ഇതിൻ്റെ പേര് കല്ലേമുട്ടി. ഇവിടെ വന്നതിന് ശേഷം കേട്ടോ ഞാനിതിൻ്റെ പേരൊക്കെ പഠിച്ചത്. ഇതിന് കല്ലേമുട്ടി എന്നാണ് ഇവിടെ പറയാറ്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതിൻ്റെ തലയൊന്നും കൊള്ളത്തില്ല, യൂസ്ലെസ്സാണ്, അതും വെട്ടിക്കളഞ്ഞു. പിന്നെ അതിൻ്റെ വയറ്റിൽ ചിലതിലൊക്കെ മുട്ടയുണ്ട്, പക്ഷേ ഇപ്പം മുട്ടയുടെ സീസണല്ലെന്ന് തോന്നുന്നു. പായൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതൊക്കെ വെട്ടിക്കളഞ്ഞു. പിന്നെ അതും അങ്ങനെ പെട്ടെന്ന് ക്ലീനായി. പിന്നെ ഇതിൻ്റെ പേര് കൊറ്റിച്ചി എന്നാണെന്ന് തോന്നുന്നു കേട്ടോ. കൊറ്റിച്ചി എന്നാണോ വേറെ വല്ലതും അറിയത്തില്ല. വേറൊരു പേരും കൂടെ ഇതുപോലെ തന്നെ ഇരിക്കുന്ന വേറൊരു മീനും കൂടെ ഉണ്ട്. അപ്പോൾ എനിക്ക് അവരെ തമ്മിൽ മാറിപ്പോവും. പക്ഷേ ഇത് നല്ല മൂക്കെ വറുത്ത് കഴിഞ്ഞാൽ ചുമ്മാ കടിച്ചു കൂട്ടാൻ നല്ല രസമാണ്. ഒത്തിരി മുള്ളൊന്നുമില്ല, ഒരു മുള്ളേ ഉള്ളൂ. നല്ല ടേസ്റ്റുള്ള മീനാണ്. നമ്മൾ ഇതെല്ലാം വറക്കാനാണ് എടുക്കുന്നത്. അപ്പം അത് പെട്ടെന്ന് തന്നെ വെട്ടിയെടുത്തു. ഇവിടെ ഒരാൾ ഞാൻ വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ എഴുന്നേറ്റായിരുന്നു. അപ്പം അവളെയും കൂടെ അടുത്ത് വെച്ചിട്ടാണ് പരിപാടി. അപ്പോൾ അത്രയും വെട്ടി കഴിഞ്ഞപ്പോഴത്തേനും ആൾ വഴക്കുണ്ടാക്കാൻ തുടങ്ങിയായിരുന്നു. പിന്നെ ഞാൻ അടുത്ത് കൊണ്ട് വെച്ചിട്ടാണ് വെട്ടിയത്. ഇന്ന് ശനിയാഴ്ച ദിവസമായതുകൊണ്ട് ഇവിടെ നമ്മുടെ അമ്പലത്തിൽ നീരാഞ്ജനമൊക്കെ ഉള്ളതുകൊണ്ട് അമ്മയൊക്കെ പോയേക്കും. അപ്പം അവളെ അടുത്ത് വെച്ചുകൊണ്ടാണ്
അപ്പം ഞാൻ ആ നേരം കൊണ്ട് അതൊക്കെ വെട്ടി നല്ല തേച്ച് കഴുകി സെറ്റാക്കി എടുത്താൽ കേട്ടോ. നല്ല തേച്ച് കഴുകുമ്പോൾ നല്ല വെളുത്ത് കുട്ടപ്പന്മാരായിട്ട് വരും. ഇത് നല്ല മുളകൊക്കെ ഇട്ട് കുരുമുളകൊക്കെ ഇട്ട് വറുത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ